ഹലോ, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന അടിപൊളി ടേസ്റ്റുള്ള നാരങ്ങച്ചാറാണേ. നാരങ്ങച്ചാറാന്ന് വെച്ചാൽ നാരങ്ങയ്ക്കൊന്നും ഒരു കയ്പില്ല കേട്ടോ. നമ്മൾ അച്ചാറ് കയ്പില്ലാണ്ടിരിക്കാനായിട്ട് നാരങ്ങ കുറേ ദിവസം മുന്നേ ഉപ്പുവെള്ളത്തിൽ ചൊറുക്ക് വെച്ചിട്ട് നമ്മൾ ഇട്ട് വെച്ചതാണ്. അതുകൊണ്ട് തന്നെ അച്ചാറിനൊന്നും ഒട്ടും കയ്പില്ല കേട്ടോ. സാധാരണ നാരങ്ങച്ചാറിന് ചെറിയ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ അത്യാവശ്യം കയ്പൊക്കെ ഉണ്ടാവാറില്ല. ഇത് ആ ഒരു പേടിയേ വേണ്ട. അപ്പം എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കിയാലോ. ആദ്യം തന്നെ ഒരു ചട്ടി വെക്കുക. ആ ചട്ടി നല്ലോണം ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണ ഒഴിച്ച് നല്ലെണ്ണ നന്നായി തിളച്ച് വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വേണ്ട കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇട്ട് കൊടുത്ത് കടുക് പൊട്ടി തുടങ്ങുമ്പോൾ പിന്നെ ലൈക്ക് ചെയ്യാണ്ടും സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണേ. അതിലേക്ക് വെളുത്തുള്ളിയുടെ അല്ലികൾ ചേർത്ത് കൊടുക്കാം. നമുക്കിവിടെ ഒരു 3-4 വെളുത്തുള്ളിയുടെ അല്ലികൾ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് 5-6 കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കിക്കൊണ്ടിരിക്കാം. വെളുത്തുള്ളി വേപ്പിലൊക്കെ ഒന്ന് നന്നായി ചൂടായിട്ട് വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ ഇഞ്ചി അരിഞ്ഞിട്ടുള്ള ചേർക്കണം. മിക്സിയിലൊന്ന് ചെറുതായിട്ടൊന്ന് അരച്ചിട്ടാണ് ചേർക്കണത്. എന്ന് വെച്ചാൽ പേസ്റ്റ് പോലെ അരഞ്ഞു പോരുത്, ഒന്ന് എന്താ പറയുക ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കാൻ മാത്രം പാടുള്ളൂ. എന്നിട്ട് ആ ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ആ കളർ മാറുന്നവരൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ അച്ചാർ ഉണ്ടാക്കാൻ നേരത്ത് നമ്മൾ എല്ലാ സാധനങ്ങളും നമ്മൾ അടുത്തെടുത്ത് വെക്കണം. ഇപ്പോൾ വിനാഗിരി, നമ്മൾ ചേർക്കേണ്ട പൊടികൾ എല്ലാം നമ്മൾ അടുത്തെടുത്ത് വെച്ചിട്ട് വേണം നമ്മൾ അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാനായിട്ട്. ഇഞ്ചി ഇട്ട് കൊടുത്തതിന് ശേഷം കളർ മാറി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ പൊടികളായിട്ട് എടുത്തിട്ടുള്ളത് മുളക് പൊടി, അച്ചാർ പൊടി, കായംപൊടി, ഉലുവാപ്പൊടി, ഇതൊക്കെയാണ് നമ്മളിവിടെ പൊടികളായിട്ട് എടുത്തിട്ടുള്ളത്. നമുക്കിവിടെ പൊടികൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. നമ്മളിവിടെ ആദ്യം അച്ചാർ പൊടിയാണ് ഇടുന്നത്, അതിനുശേഷം മുളക് പൊടിയും, അതിനുശേഷം കായംപൊടിയും, അതിനുശേഷം നമ്മൾ ഇടുന്ന ഉലുവാപ്പൊടിയാണ്. ഇപ്പം അച്ചാർ പൊടിയും മുളക് പൊടിയും ഇടുമ്പോൾ നമ്മൾ നമ്മുടെ എരിവിനനുസരിച്ച് ഇപ്പം നമ്മൾ എന്തോരം നാരങ്ങ എടുത്തിട്ടുണ്ട് അതനുസരിച്ച് നമുക്ക് അച്ചാർ പൊടിയും മുളക് പൊടിയും ഇട്ട് കൊടുക്കാം. പൊടികളൊക്കെ ഇട്ട് നന്നായി ഇളക്കിയതിന് ശേഷം നമുക്ക് അതിലേക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. വിനാഗിരി ഒഴിക്കുമ്പോൾ നമുക്ക് എന്തോരം അച്ചാറിന് എന്തോരം ചാറ് വേണം അതനുസരിച്ച് വേണം നമുക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാനായിട്ട്. വിനാഗിരി ഒഴിച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് നേരത്തെ ഉപ്പിലിട്ട് അരിഞ്ഞു വെച്ച നാരങ്ങ ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ നേരത്തെ ഉപ്പിലിട്ട് അരിഞ്ഞു വെച്ച നാരങ്ങ ഇതുകൊണ്ട് നാരങ്ങയ്ക്ക് ഒട്ടും കയ്പുണ്ടാവില്ല. അതുകൊണ്ട് അച്ചാർ അടിപൊളിയായിരിക്കും. നാരങ്ങ ഇട്ടതിന് ശേഷം നമുക്ക് കുറച്ച് ചാറ് വേണമെങ്കിൽ കുറച്ച് വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പം നമ്മൾ ഉലുവാപ്പൊടിയൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ അച്ചാർ നല്ല തിക്കായിട്ട് വന്നോളും. ഇപ്പം നമ്മൾ വിനാഗിരി ഒഴിക്കുന്ന സമയത്ത് വെള്ളം ഇങ്ങനെ ലൂസായിട്ട് ഇരുന്നാലും അത് കുറച്ച് കഴിയുമ്പോൾ ഉലുവാപ്പൊടി ഉള്ള കാരണം തിക്കായിട്ട് വന്നോളും. അതോർത്ത് പേടിക്കൊന്നും വേണ്ട. അപ്പോൾ ഇത്ര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ അച്ചാറാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ. സിമ്പിൾ റെസിപ്പിയാണ്, നല്ല ടേസ്റ്റുമാണ്. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നാരങ്ങയ്ക്കൊന്നും ഒട്ടും കയ്പും ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കില്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കില്ലല്ലോ.